ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ഒന്നിക്കുകയാണ്. സത്യത്തിൽ ഈ ഒന്നിക്കലിൽ കിളി പോകുന്നത് ട്രംപിനായിരിക്കും. കാരണം ട്രംപ് പറഞ്ഞിട്ടാണല്ലോ ഇവര് ഈ വെടിനിർത്തൽ കരാറൊക്കെ ഉണ്ടാക്കിയത്, ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണമൊക്കെ വന്നത്. സഹകരണം മീൻസ് പഴയ രീതിയിൽ വ്യാപാരവും നയതന്ത്രവും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അടിയും ഇടിയും പിന്നെ ഇതൊക്കെ നിർത്തിയത് ട്രംപ് കൂടി ഇടപെട്ടിട്ടാണല്ലോ. പക്ഷേ ഇപ്പോൾ ട്രംപിന് ഇടപെടുത്താതെ തന്നെ ഇവർ ഒന്നിക്കുന്നു എന്നുള്ളതാണോ? അതായത് BCCI എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാരമുള്ള ഒരു ബോഡിയാണ്, ഒരു സംഘടനയാണ്. അവർക്ക് ഈ പറയുന്ന സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണം അങ്ങനെയൊന്നും ഇല്ല സത്യത്തിൽ. പക്ഷെ അവർ രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു പൊതുവായ കാര്യങ്ങളിൽ ഒരു പൊതു നിലപാടെടുക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെട്ടത്. പക്ഷേ ചില ടൂർണമെൻറ്റുകളിൽ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ പര്യടനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ചില ടൂർണമെൻറ്റുകളിൽ രണ്ട് ടീമുകളും കളിക്കുക സ്വാഭാവികമാണ്. ഉദാഹരണത്തിന് ലോകകപ്പ്, ഏഷ്യ കപ്പ്, അതേപോലെ ചാമ്പ്യൻസ് ട്രോഫി, ഇതേപോലെയുള്ള മത്സരവേദികളിൽ സ്വാഭാവികമായും ഒരു ICC അംഗീകൃത ടീമെന്ന നിലയിൽ പാകിസ്ഥാൻ മത്സരത്തിന് വരും. സ്വാഭാവികമായിട്ട് ഇന്ത്യയും വരും. അപ്പോൾ ഇവിടെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടക്കുകയാണ്. അത് 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് T20 ഫോർമാറ്റിലാണ് നടക്കുക, 2020 ഫോർമാറ്റിൽ. ഇതിൻ്റെ ആതിഥേയത്വം ഇന്ത്യക്കാണ്. ഇന്ത്യ സംഘടിപ്പിക്കുന്ന ഒരു ടൂർണമെൻറ്റാണ്. പക്ഷേ ഇത് BCCI അല്ല നടത്തുന്നത്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഏഷ്യയിലെ മൊത്തം ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഒരു ബോഡിയുണ്ട്, ഒരു സംഘടനയുണ്ട്. അവരുടെ കീഴിലാണ് ഈ ടൂർണമെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും ഏഷ്യ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഏഷ്യയിലെ എല്ലാ ക്രിക്കറ്റ് ടീമുകളും അതിലുണ്ടാവും. ഇന്ത്യയുണ്ട്, പാകിസ്ഥാനുണ്ട്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പിന്നെ ചില ചെറിയ ടീമുകളായ UAE, ഒമാൻ, ഹോങ്കോങ്, ഇത്രയും ടീമുകളാണ്. മൊത്തം 8 ടീമുകളാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതിൽ പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും പങ്കെടുക്കും. ഇന്ത്യ പാകിസ്ഥാൻ മത്സരവും ഉണ്ടാവും. ഈ ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ 5-നാണ്, 21-നാണ് ഫൈനൽ. 17 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരക്രമമാണ്. ഇതിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ 2 ഉണ്ടാകും എന്നുള്ള ഏകദേശം ഉറപ്പാണ്. ആദ്യത്തെ മത്സരം സെപ്റ്റംബർ 7-ന്, അത് പ്രാഥമിക റൗണ്ട് മത്സരങ്ങളാണ്. ഇതിൽ സ്വാഭാവികമായും ഇന്ത്യ പാകിസ്ഥാൻ ടീമുകൾ 2ാം റൗണ്ടിലേക്ക് യോഗ്യത നേടാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരു മത്സരം കൂടി ഉണ്ടാകും. അത് സെപ്റ്റംബർ 14-നായിരിക്കും. അതായത് ആദ്യം ഈ 8 ടീമുകൾ, ഒരു 4 ടീമുകൾ വീതം 2 ഗ്രൂപ്പുകളിലായിട്ട് മത്സരം ഉണ്ടാകും. അതിൽ നിന്ന് 2 ടീമുകൾ വീതം സൂപ്പർ 4 എന്ന് പറയുന്ന അടുത്ത യോഗ്യതാ റൗണ്ടിലേക്ക് കടക്കും. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ ടീമുകൾ അതിൽ വരാൻ സാധ്യതയുണ്ട്. മറ്റുള്ള ടീമുകൾ സ്വതവേ ദുർബല ടീമുകളായതുകൊണ്ട് തന്നെ, അതായത് UAE, ഒമാൻ, ഹോങ്കോങ് പോലെയുള്ള ടീമുകൾ ദുർബല ടീമുകളായതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ പാകിസ്ഥാൻ ടീമുകൾക്ക് യോഗ്യത കിട്ടാൻ സാധ്യത കൂടുതലാണ്. കാര്യം ഏഷ്യയിലെ വമ്പൻ ക്രിക്കറ്റ് ശക്തികളാണ് ഇന്ത്യയും പാകിസ്ഥാനും. അഫ്ഗാനിസ്ഥാനെയും ബംഗ്ലാദേശിനെയും നമ്മൾ വില കുറച്ച് കാണുകയല്ല. എന്നാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയും പാകിസ്ഥാനും ആദ്യ 2 സ്ഥാനങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ക്രിക്കറ്റ് മത്സരങ്ങളോ, ആദ്യത്തെ മത്സരം സെപ്റ്റംബർ 7-ന് യോഗ്യതാ മത്സരവും, രണ്ടാമത്തെ മത്സരം അതായത് ഒരു സെമി ഫൈനൽ രൂപത്തിലുള്ള മത്സരം 14-ാം തീയതിയും നടക്കും. നേരത്തെ പറഞ്ഞുവല്ലോ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബന്ധങ്ങളൊക്കെ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട ഒരു സമയമാണ്. അതിന് മുൻകാല ചരിത്രമുണ്ട്. ഇപ്പോൾ നമ്മുടെ പിന്നെ കാർഗിൽ യുദ്ധ സമയത്ത് ഉറി ഭീകരാക്രമണം ഉണ്ടായപ്പോൾ, പാർലമെൻറ്റ് ആക്രമണം നടന്നപ്പോൾ, പഹൽഗാം ഭീകരാക്രമണം, ഇങ്ങനെ നീണ്ട ലിസ്റ്റാണ്. അപ്പോൾ മുമ്പ് തന്നെ, അതായത് കാർഗിൽ യുദ്ധത്തോടു കൂടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബന്ധങ്ങൾ വഷളായത്. 2 രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പര്യടനങ്ങൾ നിർത്തിവെച്ചു. പിന്നീട് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം നടത്തിയ നയതന്ത്ര ഇടപെടലുകളുടെ ഭാഗമായി 2 രാജ്യങ്ങളും തമ്മിൽ ചില നീക്കുപോക്കുകളും ഒക്കെ ഉണ്ടായി. ക്രിക്കറ്റ് നയതന്ത്രം എന്ന് വരെ പറയപ്പെട്ടു. ഇന്ത്യയുടെ ടീം പാകിസ്ഥാനിൽ പര്യടനം നടത്തി, പാകിസ്ഥാൻ ടീം ഇന്ത്യയിലേക്ക് വന്നു. പിന്നീട് ഇന്ത്യ ലോകകപ്പ് നേടിയ പിന്നീട് ഇന്ത്യ ODI ലോകകപ്പ് ചാമ്പ്യന്മാരായ 2011-ലും ഇതേപോലെ സമാനമായ ഒരു ക്രിക്കറ്റ് നയതന്ത്രം നടന്നു. ഇന്ത്യ പാകിസ്ഥാൻ സെമി ഫൈനൽ മത്സരം നടന്നപ്പോൾ അന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവും പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നേതൃത്വവും ഈ കളിക്ക് സാക്ഷിയായിരുന്നു. ആ സെമി ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ഫൈനൽ യോഗ്യത നേടിയത്. അന്ന് ആ സീസണിൽ ഇന്ത്യ ആയിരുന്നു ചാമ്പ്യന്മാർ. അപ്പോൾ ഈ ക്രിക്കറ്റും ഇന്ത്യ പാകിസ്ഥാൻ രാഷ്ട്രീയവുമായിട്ട് ഈ തരത്തിൽ വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. കാര്യം 2 രാജ്യത്തും നിരവധി ക്രിക്കറ്റ് ആരാധകരുണ്ട്.
ഒരു പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരങ്ങൾ തന്നെയാണ് ഈ പറയുന്ന ലോക ക്രിക്കറ്റിൻ്റെ തന്നെ ഒരു ഗ്ലാമർ പോരാട്ടമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരങ്ങൾ ഒഴിവാക്കുക, രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിൽ ഈ മത്സരങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒട്ടും സുഖകരമായ സംഗതിയല്ല. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഏറിയ പങ്കും. ഇപ്പോൾ ICCയും അത്തരത്തിലുള്ളൊരു നിലപാടുകാരാണ്. കാര്യം അവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു മത്സരം കൂടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അതിനുള്ള സാധ്യതകൾ പരമാവധി ശ്രമിക്കും. അപ്പോൾ ഈ കാര്യത്തിലും BCCI ഇപ്പോൾ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അതായത് ഈ ലോകകപ്പ് ഫിക്സ്ചറുകൾ തയ്യാറാക്കുമല്ലോ, മത്സരക്രമം തയ്യാറാക്കുമല്ലോ. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ സ്വാഭാവികമായി സംഭവിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേ ഗ്രൂപ്പിൽ കൊണ്ടിടും. അപ്പോൾ കുറഞ്ഞ പക്ഷം ഒരു മത്സരമെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഒരു ലോകകപ്പ് വേദിയിൽ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. അതായത് BCCI ഒരു നിലപാടെടുത്തേക്കാണ്. ഇന്ത്യയെ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിൽ ബോധപൂർവം ഇടേണ്ടതില്ല, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് മത്സരം കളിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അത്തരത്തിൽ വ്യക്തമായൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഇങ്ങനൊരു ഫിക്സ്ചർ തയ്യാറാക്കിയിരിക്കുന്നു. മത്സരങ്ങളൊക്കെ നടക്കുന്നത് UAEയിലായിരിക്കും എന്നുള്ളത് കൂടിയുണ്ട്. അതായത് ഇന്ത്യയിൽ വരുന്നതിനാണല്ലോ പാകിസ്ഥാന് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും മത്സരം ഇന്ത്യയിൽ നടക്കുന്നതാണ് പ്രശ്നമുള്ളത്. പക്ഷേ ഇതൊരു ന്യൂട്രൽ വേദിയിലാണ് നടക്കുക, UAEയിലായിരിക്കും മത്സരങ്ങൾ നടക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയും ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും ഒരുപാട് ഉള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശം അവിടെ ഉണ്ടാകുമെന്ന് കരുതാം. ഏറ്റവും ഒടുവിൽ ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നത്. ODI ഫോർമാറ്റിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ അവിടെയും ഇന്ത്യക്ക് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുകയുണ്ടായി. ഇതിപ്പോൾ ഏഷ്യ കപ്പ് മത്സരങ്ങൾക്ക് ശേഷം വനിതകളുടെ ലോകകപ്പ് വരുന്നുണ്ട്. അതിനും ഇന്ത്യയാണ് വേദിയാകുന്നത്, ഇന്ത്യയും ശ്രീലങ്കയുമായിട്ട്. അവിടെയും സ്വാഭാവികമായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉണ്ടാവും. പക്ഷെ അത് നടക്കുക ശ്രീലങ്കയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലായിരിക്കും. അതിൻ്റെ മത്സരക്രമമൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ മുൻ ക്രിക്കറ്റ് താരം അഫ്രീദി ഇന്ത്യ പാകിസ്ഥാൻ നമ്മുടെ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലാഹോറിൽ ഒരു വലിയ റാലിയൊക്കെ നടത്തി. അതിൽ മുഖ്യ അതിഥി അഫ്രീദി ആയിരുന്നു. അപ്പോൾ അതോടുകൂടി പല ഇന്ത്യക്കാരും പല കമന്റുകളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി ക്രിക്കറ്റ് പോലും ഇവരോടൊപ്പം നമുക്ക് വേണ്ട. കാരണം നമ്മുടെ 27 സഹോദരങ്ങളെ ഒരു കാരണവുമില്ലാതെ തീർത്ത ഇവർക്കൊപ്പം നിന്ന് ജയ് വിളിച്ച പാകിസ്ഥാനികളോടോ അവരുടെ ക്രിക്കറ്റ് ടീമിനോടോ നമുക്കിനി ഒരു തരത്തിലുള്ള അനുകമ്പയും വേണ്ട, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് വേണ്ട എന്ന നിലപാട് കുറേ ആളുകൾ സ്വീകരിച്ചു. നമുക്ക് നമ്മുടെ രാജ്യമാണ് വലുതോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കാര്യം കൂടി കണ്ടിട്ടായിരിക്കുമോ ഇന്ത്യയിലേക്ക് വേണ്ട, UAEയിൽ മതി എന്നുള്ള ഒരു നിലപാട് BCCI എടുത്തത്? അല്ല, അത് നേരത്തെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ അത് ന്യൂട്രൽ വേദിയിൽ മാത്രമേ നടക്കൂ എന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നേരത്തെ തന്നെ ഉണ്ട്. അതിപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോഴല്ല, അതിനു മുമ്പും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നടന്നപ്പോൾ, അതായത് ഈ 2011 ലോകകപ്പ് ആ സമയത്താണെന്ന് തോന്നുന്നു പാകിസ്ഥാൻ അവസാനമായി ഇന്ത്യയിൽ ഒരു മത്സരം കളിക്കുന്നത്. അതിനുശേഷം നടന്ന ഒരു മത്സരം, ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ അത്രയും ഇന്ത്യക്ക് പുറത്താണ്, അല്ലെങ്കിൽ പാകിസ്ഥാന് പുറത്താണ്. ഇന്ത്യ പാകിസ്ഥാനിൽ ഒരു കാരണവശാലും പോകില്ല എന്നുള്ള നിലപാട് എടുത്തിട്ടുള്ളവരാണ്. ഈ പറയുന്ന പോലെ ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ പാകിസ്ഥാനിൽ നടക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ BCCI ഒരു നിലപാടെടുത്തുകൊണ്ടാണ് അവർക്ക് യാത്ര, അതായത് സംഘാടകരായിരുന്നിട്ട് കൂടി അവർക്ക് ഗൾഫിലെ മത്സരവേദിയിലേക്ക് വരേണ്ടി വന്നത്. അപ്പോൾ ഇത്തരത്തിൽ, അതായത് ഇനിയിപ്പോൾ ഇപ്പോൾ അഫ്രീദിയുടെ കാര്യം തന്നെ എടുക്കാം. അതായത് ഒരു യുദ്ധ സാഹചര്യത്തിൽ കായിക താരങ്ങളടക്കം വൈകാരികമായി പെരുമാറുന്നതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലാത്ത പക്ഷം അഫ്രീദിയും ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുമായിട്ടൊക്കെ നല്ല സൗഹൃദം പുലർത്തുന്ന ഒരാളാണ്. അഫ്രീദി മാത്രമല്ല, ഒരുപാട് പാകിസ്ഥാൻ താരങ്ങൾ, ഇപ്പോൾ വിരാട് കോഹ്ലിയോട് കടുത്ത ആരാധനയുള്ള ഇപ്പോൾ കളിക്കുന്ന ക്രിക്കറ്റ് താരങ്ങൾ പോലും ഉണ്ട് ആ ടീം, പാകിസ്ഥാനിലുണ്ട്. അപ്പോൾ അത് ഈ ഒരു യുദ്ധാന്തരീക്ഷത്തിൽ സ്വാഭാവികമായൊരു വൈകാരിക പ്രകടനം നടത്തുമല്ലോ. വീരവാദം മുഴക്കും, വൈകാരിക പ്രകടനം നടത്തും. അക്കാര്യത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ഒട്ടും മോശമല്ല. ഇത്തരത്തിലുള്ള അവരെ ട്രോളുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ നടത്താറുണ്ട്. അതിനപ്പുറം ഇവർ തമ്മിലൊക്കെ പരസ്പര സൗഹൃദവും ബഹുമാനവും സൂക്ഷിക്കുന്നവർ തന്നെയാണ്. അഫ്രീദി റിട്ടയർഡ് താരമല്ലേ, അദ്ദേഹത്തെ വിട്ടുകളയോ, ബാക്കി കാര്യങ്ങൾ നോക്കാം.